വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഹാപ്പി. സോ നമ്മൾ ഈദൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോകാൻ പോകുന്നു ഗായ്സ്. എവിടാണ്, എന്താണ്, എന്തൊക്കെ നമുക്ക് വഴിയെ കാണാം. പോവുകയാണ്. ഞങ്ങൾ ഇന്ന് എവിടെ പോവാന? അത് കഴിച്ച് ഞങ്ങൾ മുസണ്ട വരെ ഒന്ന് പോവാണ്. സോ ഞങ്ങള് പിള്ളേരൊക്കെ ഡ്രോൺ ഒക്കെ പറത്തി കളിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങള് മുസണ്ട വരെ പോവാണ്. ഞങ്ങക്ക് ബസ് 7 മണിക്കാണ്. എല്ലാരും റെഡി ആയിട്ട്. അതെ, കുറച്ച് ലേറ്റ് ആണ് ഗൈസ്. ഗൈസ് ഇവിടെ ഈദ് ആയതുകൊണ്ട് എല്ലായിടത്തും ഭയങ്കര റഷാണ്. ടീംസ് ഒക്കെ പറയാൻ നടന്നു വരുന്നുണ്ട്. ഞങ്ങളുടെ റൂമിൽ നിന്ന് കുറച്ചുണ്ട് കേട്ടോ നടക്കാൻ അങ്ങോട്ട്. സോ ഞങ്ങള് കുറച്ച് നേരത്തെ ഇറങ്ങി. എന്നാലും ഇച്ചിരി ലേറ്റ് ആണല്ലേ. എല്ലാരും 5:30 എഴുന്നേക്കാതെ വേണ്ട, എല്ലാരും എഴുന്നേറ്റ് 6:30 ആയപ്പോഴാണ് ഗൈസ്. അതെ അതെ. അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങനെയുള്ള ആൾക്കാർ. അതെ അതെ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇച്ചിരി നടക്കാനുണ്ട്. നമുക്ക് സൗദി മോസ്കിലാണ് എത്തേണ്ടത്. അവിടെയാണ് നമ്മുടെ പിക്കപ്പ് പോയിന്റ്. സൗദി മോസ്ക് സൗദിയിലല്ല. സൗദി മോസ്ക് സൗദിയിലല്ല ഗൈസ്, ഷാർജയിലാണ്. നമുക്ക് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. ഫൈനലി വി റീച്ച് ഗൈസ്. ഇതാണ് സൗദി മോസ്ക്. നമുക്ക് ഇവിടെയാണ് എത്തേണ്ടത്. പക്ഷേ നമ്മുടെ ടീംസ് ഒക്കെ അനങ്ങി വരുന്നേ ഉള്ളൂ. എന്തെങ്കിലും പറയാനുണ്ടോ? പുള്ളിക്കാരി കാര്യമായിട്ട് അവസാനം നമുക്ക് അവരെ കിട്ടി ഗൈസ്. അപ്പൊ ഞങ്ങള് ബസ് കയറിയിരിക്കുകയാണ്. ഷാനുണ്ട്. ഷാനു ഉറങ്ങിയപ്പോൾ അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ക്ഷീണം. സോ ഗൈസ് ഉണ്ട്, ചേച്ചിയുണ്ട്, അയറിനുണ്ട്, ദേവുണ്ട്, ടീംസ് ഇവിടെ ഉണ്ട്. ഹായ് പറ. ഇതാരാ നോക്കൂ, ഒരു അന്തൻ. ടീംസ് ആണ് ഗൈസ്. വിസ്മയുടെ കാലിലെ പാന്റ് എന്തോ പറ്റിപ്പോയി. എന്താ പറ്റി വിസ്മയ? ഒട്ടവിസം വിളിച്ചിട്ട് നീ എന്നോട് തന്നെ ചോദിക്കണം. തുടങ്ങി നമ്മൾ എവിടെ എത്തിയട്ടെ? ഷാനു എവിടെ എത്തി? ഷാനു എനിക്കറിയില്ല. ഷാനുവിനാണ് ഇതിലെ മുമ്പ് പരിചയമുള്ള ജബൽ ജയ്സിന്റെ താഴ്വര. ഇതാണ് ജബൽ ജയ്സിന്റെ താഴ്വര എന്നാണ് ഇവർ പറയുന്നത്. റോക്കി ബൈയുടെ കൊട്ടാരം. റോക്കി ബൈയുടെ കൊട്ടാരം. പകുതിയാണ് ജബൽ ജയ്സ്. എന്താ ഷാനു? നമ്മുടെ റോക്കി ബായ് മുങ്ങിപ്പോയിട്ട് ഇവിടെ വന്നിട്ടാണ് അടുത്ത ബിൽഡിംഗ് പണിയാന്ന് പറഞ്ഞത്. നേരത്തെ കാണാന്ന് ഓർത്ത് വന്ന അവിടെ വരെ. അവിടെ പണി നടക്കണേ ഉള്ളൂ. അടുത്ത വർഷത്തോടെ തീരുമെന്നാണ് വിചാരം. റോക്കി ബായ് വിളിച്ചപ്പം അങ്ങനെ പറഞ്ഞല്ലേ. അടുത്ത വർഷം കാണാൻ പറ്റട്ടെ. അതിന് മുമ്പ് ഇവിടുന്ന് പറഞ്ഞു ഇവിടെ മൊത്തം മലയാണ് ഗൈസ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മലയുടെ അരിയിലൂടെയാണ്. ഇവിടെയാണെങ്കിൽ നല്ല മലകളൊക്കെ ഉണ്ട്. മുമ്പിൽ കുറേ നമ്മുടെ ഫാൻസ് ഒക്കെ. നോക്ക് ഇവിടെ നോക്ക്. നീ അവിടെ വെക്കി. ഇവള് കഥ പറഞ്ഞ് പഠിപ്പിക്കട്ടെ. ഇത് മലയായിരുന്നു. അപ്പൊ ഈ മല ഇവിടുന്ന് എടുത്ത് മണ്ണ് അവിടെ കൊണ്ടിട്ടു. അപ്പൊ അവിടെ വേറെ മല പൊങ്ങി. അപ്പൊ ഇവിടെ വേറെ റോഡ്. JCB ഇല്ലായിരുന്നു. അത് പാടില്ല, തുളയ്ക്കണ്ടേ. അപ്പൊ ഇവിടുന്ന് മണ്ണ് അവിടെ പോയിട്ടു ടണലുണ്ടാക്കിയ പ്രശ്നം തരയോ? പിന്നെ ഹോളോ ബ്രിക്സ് വെച്ചിട്ട് പിന്നെ അവരെ കെട്ടണം. ഇതാകുമ്പോ റോഡ് പ്രശ്നമില്ല. ഇവിടുന്ന് മണ്ണിട്ട് എടുത്ത് ഇപ്പുറത്തിട്ടാ മതി.
അതുകൊണ്ട് അത് കാരണമല്ല അവിടെ മരമൊക്കെ വളർന്നേക്കുന്നത്. അവിടെ അമ്പലമുള്ളൂ. അമ്പലമല്ല, ഒട്ടകം. സിനിമാറ്റിക്കലായിരിക്കും, പൊളിയായിരിക്കും നിന്റെയൊക്കെ. അങ്ങനെ നമ്മള് ഒമാൻ ബോർഡർ ഒക്കെ കേറി ഗൈസ്. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മളുടെ പാസ്പോർട്ട് ഒക്കെ വെരിഫൈ ചെയ്തു. ഇത് നമ്മള് ഒമാനിലെത്തി. ഇനി നമുക്ക് ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ എന്താട്ടെ ഛർദിക്കാൻ പറ്റുന്നു. അത് ആർക്കും തന്നെ അനഘയ്ക്ക് പറ്റും. അനഘയ്ക്ക് വന്ന കണ്ടപ്പോൾ വിസ്മയിക്കും പറ്റുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കവർ വാങ്ങിച്ചോണ്ട് വന്നോ. വന്നപ്പോൾ മര്യാദയ്ക്ക് നമ്മൾ പറഞ്ഞാണ് മരുന്ന് കഴിച്ചിട്ട് വാ. ഈ വണ്ടി ഗൈസ് ഇവിടെ കുടുംബക്കലമാണ് ഗൈസ്. എങ്ങനെ ഇരിക്കണം ഇനി വീട്ടുകാർ അടുത്തൊന്ന് പോയി നേരത്തെ വീണെന്ന് ഞങ്ങൾ ആരും കണ്ടില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഒമാനിലെത്തി ഗൈസ്. ഇവിടെ നമുക്ക് ക്രൂസ് റൈഡ് ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല, അവരൊന്നും പറഞ്ഞില്ല. സോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും പോവുകയാണ്. ഇവിടെ ജാക്കറ്റ് ഒക്കെ ഇട്ടിരിപ്പുണ്ട് ഗൈസ്. ഇവിടെ ഫുള്ള് മലനിരകളാണ്. നമ്മളിപ്പോൾ ഒരു ഹാർബറാന്ന് തോന്നുന്നു അവിടെ എത്തിയിട്ടുണ്ട്. സോ നമുക്കിനി ഇവിടെ നിന്ന് കപ്പലിൽ പോകണമായിരിക്കും. കപ്പലല്ല ഗൈസ്, ഷിപ്പിലായിരിക്കും. നമ്മൾ ഈ ബോട്ടിലാണ് കയറുന്നത്. വിസ്മയൊക്കെ കയറുകയാണ് നിൽപ്പുണ്ട്. സോ നമ്മൾ ഇപ്പോൾ അകത്ത് കയറി. ഇവിടെ കുറേ ഉണ്ട്, 3-4 ബോട്ട് ഇങ്ങനെ അടുപ്പിച്ചെടുപ്പുണ്ട്. നമ്മൾ ഏറ്റവും ലാസ്റ്റത്തേലാട്ടോ. നമ്മൾ അവസാനം ക്രൂസിലെത്തി. സോ ഇതാണ് നമ്മുടെ ക്രൂസ്. ഇവിടെ ഒരു ഏകദേശം 5 മിനിറ്റ്സ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. സോ എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് ഓരോ സ്ഥലത്തായിട്ട്. സോ ഗൈസ് നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ ക്രൂസൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, ചായ ബിസ്ക്കറ്റ്. അവിടെ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നത്. Here is the Dibba Musandam. Second one is in Kasab Musandam, and third one is in Lima, and fourth one is in Mada. The water related activity is happening in 2 places. One is here and second one is in Kasab. So all around Musandam, its inhabitants around 38,000 people. Okay, staying all together in Musandam. It's 3 regions. So anyway, today we are in Dibba Musandam. Now we started. First, around 45 minutes journey from here to the first spot. It's called for Limestone Cave. This is the Limestone Cave, one of the most beautiful places in Musandam. Also, we can see here, and second one is in Netherlands. If you want to see again, you want to go to the Netherlands. So this is the photo section. You can take the photos and videos. We are not stopping over there, just passing through nearby the cave. And the main thing, above 40 degree, that will be automatically melted. Every year melting, every summertime is melting. So hopefully after 20-25 years we can't see that one, because every year is melting. And after that we are going to the next section is beach. It's called Sanat Beach. There we are doing our all the water activities, like for the banana boat ride, speed boat ride, swimming, snorkeling. Also you can do for, if you don't want to go to the banana boat, we will drop the beach as well. So you can spend some time over there. And on board lunch will be here, and downstairs there is a 2 washroom and changing room as well. Also tea, coffees and fruits here. You can see full time over there. And cold drinks, you can see there, the juice and water. So while you are going time for the washroom, just check your hand, because it's a small entrance. And there is a 2 system for the air system. And after that we are going to the next section is beach. It's called Sanat Beach. There we are doing our all the water activities, like for the banana boat rides.
small. Before 15 years, you can see because of the big cave, every year is melting. So I think hopefully it's after 20-25 years you can see this one. This is a white deposit. Actually, it's a natural white deposit. You can see the certain area only. എനിക്ക് വെള്ളം കണ്ടിട്ട് പേടിയാന്നു. ഇത് സമ്മറിൽ മെൽട്ടായി വന്നുകൊണ്ട് ഞാൻ മെൽട്ടായി വന്നുകൊണ്ടാണ് ഇങ്ങനെ ഇതായത്. ഞാൻ അങ്ങോട്ട് പോണ്ട. ചേട്ടാ ആ സൈഡിൽ കൂടെ നോക്കാം. ലാസ്റ്റ് കെട്ടിയാ മതി. ഗൈസ്, അങ്ങനെ നമ്മൾ ബനാന റോഡ് റൈഡൊക്കെ കഴിഞ്ഞു. കുറേ സമയം വെള്ളത്തിലൊക്കെ കളിച്ച് എല്ലാവരും മടുത്തു. നൈസ് വ്യൂ ആണ് കേട്ടോ ഗൈസ്. എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല. മസ്റ്റ് ട്രൈ പ്ലേസ് ആണിത്. അയറിനൊക്കെ ഏതാണ്ട് മടുത്ത്. ഫുഡാണ് നമ്മൾ അടുത്ത പ്ലാൻ. ചിക്കൻ അവിടെ. ഇസ്മി അതിഥി അവിടെ മേക്കപ്പ് ഇടുവാണ് ഗൈസ്. ജാസ്മിൻ തന്നെ തലയിലെ കെട്ടും കൂടെ ആയപ്പോ ഒരു വല്ലം
അതിഥി ഡസ്റ്റ്ബിൻ. കിട്ടിയോ? എന്ന് കുടുങ്ങിയോ? പിന്നെ ഉണ്ടാ എന്ന് താട്ടോട്ടെ കുറച്ചു അവിടെ വെയ്യ അനക്കാതെ. കിട്ടിയോ? പിന്നെ അനക്കാതെ വെയ്യ. ആ ചേട്ടൻ ചുമ്മാ ഭയങ്കര സൗണ്ട് ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. എല്ലാവരും അതിൻ്റെ ക്ഷീണത്തിലാണ്. അതിനെ പ്രത്യേകിച്ച് ഒരു വലിയ നീണ്ട ഉറക്കമുറങ്ങി. ഇതാ എല്ലാവരും ഉറങ്ങി. എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മുടെ ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോവാ. നല്ലൊരു ട്രിപ്പായിരുന്നു. അതെ, നമ്മൾ അടിച്ചു പൊളിച്ച് മീൻസ് കുറച്ച് നല്ല ടൈം എല്ലാവരും കൂടെ സ്പെൻഡ് ചെയ്തു. നല്ലൊരു ട്രിപ്പായിരുന്നു. അതിനെ കാണുന്നില്ല ഗൈസ്. അത് എന്താ പറയാനുള്ള ബൈ. സോ അപ്പോൾ അടുത്ത ട്രിപ്പ് പോയിട്ട് ഞങ്ങൾ വീണ്ടും വരും ഗൈസ്.